നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് അത് കേരളത്തിലെ BJPയെ എത്രത്തോളം നിരാശപ്പെടുത്തി, എത്രത്തോളം പ്രതീക്ഷയറ്റവരാക്കി എന്ന് ഇന്നലെ നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയുടെ ശരീരഭാഷ കണ്ടപ്പം മനസ്സിലായി. സാധാരണഗതിയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പത്രലേഖകര് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയൊക്കെ അഭിപ്രായം തേടും. അതൊരു സ്വാഭാവികമായ രീതിയാണ്. ഇവിടെ BJP ആണല്ലോ കേന്ദ്രത്തിലെ ഭരണകക്ഷി. ഇപ്പൊ ഉടനെ കേരളം പിടിക്കുമെന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു പാർട്ടിയാ. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും യൂണിയൻ ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ല, പട്ടപൂജ്യം. ആ സാഹചര്യത്തില് അവര് പോയി രാജീവ് ചന്ദ്രശേഖർജിയോട് ചോദിക്കുമല്ലോ, സാറിന്റെ അഭിപ്രായം എന്താ, ഈ യൂണിയൻ ബജറ്റിൽ എന്തുകൊണ്ടാണ് കേരളത്തെ ഇങ്ങനെ അവഗണിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കണമല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാൻ ഒരു താല്പര്യമുണ്ടല്ലോ. അതറിയുന്നത് മാധ്യമപ്രവർത്തകർ വഴിയാണല്ലോ. ടെലിവിഷൻ ചാനലുകളിലെ റിപ്പോർട്ടർമാര്, പത്ര റിപ്പോർട്ടർമാർ അവര് ചോദിക്കുന്നു, അദ്ദേഹം അതിന് മറുപടി പറയുന്നു. അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. അങ്ങനെ ചെന്നതായി ഇന്നലെ രാജീവ് ചന്ദ്രശേഖർജിയെ കാണാൻ. അദ്ദേഹം അല്ലാതെ ക്ഷുഭിതനായി. സാധാരണഗതിയിൽ ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. അടുത്ത കാലത്തായിട്ട് മാധ്യമപ്രവർത്തകരോട് അത്ര സുഖമല്ല. കടുത്ത വാക്കുകളിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ചില ചോദ്യം ചെയ്യലുകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നലെ അദ്ദേഹം കുറെ കൂടി അസ്വസ്ഥനായി, പ്രകോപിതനായി. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, എന്നെ ബുൾഡോസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, നിങ്ങൾ അങ്ങനെ അജണ്ട സെറ്റ് ചെയ്യുകയൊന്നും വേണ്ട. മാധ്യമപ്രവർത്തകരുടെ ജോലി അജണ്ട സെറ്റ് ചെയ്യലല്ല. പക്ഷെ ഒരു ബജറ്റിനെ പറ്റി അഭിപ്രായം ചോദിക്കാൻ ചെല്ലുമ്പോൾ, അതും BJP നേതാവിനോട് കേരളത്തെ അവഗണിച്ച ഒരു ബജറ്റിനെ കുറിച്ചാവുമ്പോൾ ചോദ്യങ്ങളുണ്ടാവും. പത്രലേഖകര് അവരുടെ സംശയങ്ങൾ ചോദിക്കും, BJPയുടെ സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം ചോദിക്കും. അപ്പൊ അവിടെ അജണ്ട സെറ്റ് ചെയ്യുന്ന ആരാ? അത് പത്രലേഖകർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ രാജീവ്ജി മാധ്യമപ്രവർത്തകർക്ക് നേരെ കയർത്തത്. അല്ല, അദ്ദേഹം എങ്ങനെ ക്ഷോഭിക്കാതിരിക്കും? നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അദ്ദേഹം ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാ, ഇവിടെ അധികാരം പിടിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ BJP ജയിച്ചാൽ അദ്ദേഹം നിയമത്തെ മത്സരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹം ജയിക്കുന്നു, BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്നു. അപ്പൊ പിന്നെ മുഖ്യമന്ത്രി ആരാ? നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയാ. അങ്ങനെയുള്ള ഒരാള് 3 മാസത്തിനപ്പുറം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ഈ നിർമ്മല സീതാരാമന് അറിയില്ലെന്നുണ്ടോ? അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതറിയാൻ മേലെ? KN ബാലഗോപാല് കേരളത്തിൽ അവതരിപ്പിച്ച ബജറ്റ് ഇവരൊക്കെ കണ്ടതില്ലയോ? 3 മാസം മാത്രം കാലാവധി അവശേഷിക്കുന്ന ഒരു സർക്കാരിന്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാല് എന്തോരം വാഗ്ദാനങ്ങളാ നൽകിയത്. അത് വായിച്ചാൽ തോന്നും 3 മാസം കൊണ്ട് കേരളത്തെ ബാലഗോപാലും LDFും കൂടെ തേനും പാലും ഒഴുകുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റുമെന്ന്. അതുപോലെ കുറെ വാഗ്ദാനങ്ങളെങ്കിലും നിർമ്മലാജിക്ക് തരാൻ വയ്യായിരുന്നു. നിർമ്മലാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത സംസ്ഥാനത്ത് നിന്നുള്ളതാ. നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർമ്മല സീതാരാമനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നതിനെ പറ്റി BJP ആലോചിച്ചതാ. അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാളാ. ഉത്തരേന്ത്യക്കാരിയൊന്നും അല്ലെന്നേ, തമിഴ്നാടാ, നമ്മുടെ സ്വന്തം അയൽവാസിയാ, സഹോദരിയാ. എന്നിട്ടും ഈ 3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനത്തിന് നിർമ്മലാജി അവരുടെ ബജറ്റിൽ നീക്കിവെച്ചത് വട്ടപൂജ്യമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് രോഷം വരാതിരിക്കുക? രോഷവും ദേഷ്യവും നിർമ്മലാജിയോടാ. അത് ഇവിടുത്തെ പത്രലേഖകരോട് കാണിച്ചെന്നേ ഉള്ളൂ. അത് പത്രക്കാർ ക്ഷമിക്കണം, നമ്മുടെ ആളാണ്, അത് ഓർത്തോണം. സത്യം പറഞ്ഞാൽ ഈ ബജറ്റ് കേരളത്തെ വെറും ഒരു ആമയിഴഞ്ചാൻ തോടാക്കി മാറ്റിക്കളഞ്ഞു. സാധാരണഗതിയില് ബജറ്റിന്റെ റിപ്പോർട്ട് വരുന്ന പത്രങ്ങളില് അത് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിക്ക്, ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക്, അവർക്കൊക്കെയാണ് 1-ാം പേജില് പ്രാധാന്യം കിട്ടുക. പക്ഷെ ഇത്തവണത്തെ ബജറ്റില് 1-ാം പേജിൽ നിറഞ്ഞു നിന്നത് ഒരു ആമയാണ്. മലയാള മനോരമ നോക്കുക, ഒരു ആമയുടെ പുറത്ത് നിർമ്മല സീതാരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടെ സഞ്ചരിക്കുന്ന ഒരു കാർട്ടൂണാണ്, ഒരു കാരിക്കേച്ചർ. മാതൃഭൂമിയിലെ ഒരു കടലാമയ്ക്ക് നിർമ്മല സീതാരാമന്റെ മുഖമാണ്. എന്നിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ആമയുടെ മുട്ട പെറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ. അതാ പറഞ്ഞത്, ആമ കൊണ്ടുപോയി എല്ലാം. ഈ ബജറ്റിന്റെ റിപ്പോർട്ടിങ്ങില് സകല പ്രാധാന്യവും കടലാമ കൊണ്ടുപോയി. സാധാരണ ബജറ്റിന്റെ ദിവസം പത്രങ്ങള് ആ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ശീർഷകം അല്ലെങ്കിൽ ഹെഡിങ്, 1-ാം പേജിലെ തലക്കെട്ട്, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത്തവണ അതും മാറി. മലയാള മനോരമയുടെ ഹെഡിങ് കണ്ടായിരുന്നോ? ആമനിർഭർ കേരളം. അത് ആത്മനിർഭർ ഭാരത എന്ന നമ്മുടെ മോദി സർക്കാരിന്റെ ഒരു മുദ്രാവാക്യത്തിന്റെ പാരഡിയാ, അല്ലെങ്കിൽ അതിനെ അനുകരിച്ചോ പരിഹസിച്ചോ ഉണ്ടാക്കിയ ഒരു ഹെഡിങ്ങാ. മാതൃഭൂമിയുടെ ശീർഷകം എന്താണെന്ന് അറിയാമോ? കേരളത്തിന് ആമജീവിതം.
എന്തുകൊണ്ടാണ് ആമയ്ക്ക് ഇത്ര പ്രാധാന്യം ബജറ്റ് റിപ്പോർട്ടിങ്ങിൽ കിട്ടിയതെന്ന് ഇതിനകം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ ചില സ്ഥലങ്ങളില്, തൃശ്ശൂര്, കോഴിക്കോട്, കാസർഗോഡ് മുതലായ ജില്ലകളില് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് കടലാമകൾ വന്നിട്ട് അവിടെ മുട്ടയിട്ടിട്ട് സ്ഥലം വിടും. അവ വിരിയിക്കാൻ അവർ നിൽക്കാറില്ല, പക്ഷെ മുട്ടയിട്ടതിന് ശേഷം അവര് തിരിച്ചു പോകുന്ന ഒരു പതിവുണ്ട്. അതുപോലെ ആമകളുടെ പ്രജനന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ടൂറിസം ശൃംഖല, അങ്ങനെ കടലാമകളുടെ പ്രജനന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വിനോദസഞ്ചാര പാത നമുക്ക് ആകെ കൂടെ കിട്ടിയത് അതാ. കേരളം 29ഓളം പദ്ധതികൾ അല്ലെങ്കിൽ ആവശ്യങ്ങള് കേന്ദ്രത്തിന്റെ മുമ്പിൽ വെച്ചതാ. ഇതൊന്നും അപേക്ഷയല്ല, നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാ, നമുക്ക് ലഭിക്കേണ്ടതാ. അതൊന്നും തരാതെ അതിനെക്കുറിച്ചെല്ലാം നിശബ്ദത പാലിച്ചുകൊണ്ടാണ് ഇപ്പോഴ് കടലാമകളുടെ പ്രജനന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിനോദസഞ്ചാര പാതയ്ക്ക് കേന്ദ്രം ഇപ്പോൾ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കും. നമ്മൾ എത്ര ആവശ്യങ്ങൾ ഉന്നയിച്ചു. എയിംസ് എന്ന് പറയുന്നത് നമ്മുടെ ദീർഘകാലത്തെ ഒരു ആഗ്രഹമാണ്, അഭിലാഷമാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എതിരെ പോയാലും എയിംസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം ആദ്യം ചില സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു, പിന്നീട് ആലപ്പുഴയ്ക്ക് വേണ്ടി വാദങ്ങൾ ഉണ്ടായി. BJPക്ക് ഉള്ളിൽ ഇത് എവിടെ സ്ഥാപിക്കണമെന്നുള്ളതിനെ കുറിച്ച് പല അഭിപ്രായ ഭിന്നതകളും ഉണ്ടായി. പക്ഷെ ഇതുവരെ 2026 ആകുമ്പോഴും എയിംസ് എന്ന് പറയുന്ന വാഗ്ദാനം അല്ലെങ്കിൽ എയിംസ് എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായിട്ട് കേരളത്തിന് മുമ്പിൽ തുടരുകയാണ്. എയിംസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നല്ല പ്രചാരണ ആയുധമാകുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. നിരവധി റെയിൽ പദ്ധതികൾ ഈ ബജറ്റിൽ വന്നിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ മുമ്പിൽ നമ്മുടെ 2 പദ്ധതികളുണ്ട്. ഒന്ന് നമ്മുടെ ശ്രീധരമാമൻ അദ്ദേഹം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പദ്ധതി, വേഗപ്പാത തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള. അത് അദ്ദേഹം റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചു. എന്നാൽ ചേട്ടൻ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഒരു വിശദമായ ഒരു പദ്ധതി രേഖ തയ്യാറാക്ക് എന്നൊക്കെ പറഞ്ഞതാ. അദ്ദേഹം പൊന്നാനിയിൽ ആഫീസ് തുടങ്ങുന്നെന്നോ പറയുന്നത് കേട്ടു. തുടങ്ങിയോ എന്നറിഞ്ഞുകൂടാ. അതിന് റെയിൽവേ മന്ത്രിയുടെ പച്ചക്കൊടി കിട്ടിയെന്നാണ് ശ്രീധരൻമാമൻ പറഞ്ഞത്. പക്ഷേ ബജറ്റ് നോക്കുമ്പോൾ അതിനെപ്പറ്റി യാതൊരു സൂചന പോലുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ബജറ്റിലൊന്നും വരണ്ട, എന്നാലും വേഗപ്പാത വരുമെന്ന് നമ്മുടെ ശ്രീധർജി ഇന്നലെ പ്രസ്താവിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മെട്രോമാന്റെ പ്രൊജക്ട്, അത് കേന്ദ്രത്തിന് സമർപ്പിച്ച ഉടനെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു ഉൾവിളി ഉണ്ടായി, ഒരു വീണ്ടും വിചാരമുണ്ടായി. സിൽവർ ലൈൻ എടുത്ത് തോട്ടിക്കളഞ്ഞു കേരളയിൽ. അത് വേണ്ടാന്ന് വെച്ചിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ RRTS പാത, ഒരു പുതിയ പദ്ധതി. ഇതിന് രണ്ടിനെ കുറിച്ചും കേന്ദ്രം അറിഞ്ഞിട്ടുമില്ല, അറിഞ്ഞതായി ഭാവിച്ചിട്ടുമില്ല. നമ്മുടെ ബജറ്റില് അതിനെപ്പറ്റി യാതൊരു പരാമർശവുമില്ല. പക്ഷേ നമ്മുടെ KN ബാലഗോപാലോ കേരളത്തിന്റെ ടൂറിസം മന്ത്രി റിയാസ് മുഹമ്മദോ ഒന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത, അവിടെയൊന്നും കണ്ണിൽ പെട്ടിട്ടില്ലാത്ത ഈ ആമകളുടെ പ്രജനന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാര പാത ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നിർമ്മലാജി കണ്ടെത്തുകയും അതൊരു വലിയ പദ്ധതിയായിട്ട് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതിയായിട്ട് ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഇന്നലെ ദീർഘമായ ചർച്ചകൾ നമ്മൾ നടത്തിയതാ. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് BJPയെ വോട്ട് ചെയ്ത് കോർപ്പറേഷന്റെ ഭരണ ചുമതല ഏൽപ്പിച്ച ജനങ്ങള്, BJPക്ക് വോട്ട് ചെയ്തവര് ഈ ബജറ്റ് ഒന്ന് സസൂക്ഷ്മം വായിക്കണം. BJPയെ കോർപ്പറേഷന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചാൽ എന്തൊക്കെ ഇവിടെ നടക്കുമെന്നാണ് BJP പറഞ്ഞിരുന്നത്. സ്വർഗസമാനമായ ഒരു തിരുവനന്തപുരം പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. പ്രധാനമന്ത്രി വരുന്നു, പ്രധാനമന്ത്രി ഇവിടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പ്രധാനമന്ത്രി വന്നിട്ട് 2 തീവണ്ടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചങ്ങ് പോയി. അല്ലാതെ വല്ലതും കിട്ടിയോ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബജറ്റ് എന്തെങ്കിലും പറയേണ്ടതല്ലേ? പ്രധാനമന്ത്രി എന്താണ് തിരുവനന്തപുരത്തെ വിജയത്തെ പറ്റി പറഞ്ഞത്? ഇത് ഗുജറാത്ത് മോഡലിന്റെ ആവർത്തനമാകാൻ പോവുകയാണെന്ന്. ഗുജറാത്തിൽ ആദ്യം അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചു, പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് ഗുജറാത്ത് സംസ്ഥാനം BJP പിടിച്ചെടുത്തു. അതുപോലെ ഇവിടെ തിരുവനന്തപുരം പിടിച്ചിരിക്കുന്നു. ഇനി പിടിച്ചാൽ കിട്ടത്തില്ല, BJP സംസ്ഥാനം പിടിക്കും, സംസ്ഥാന ഭരണം പിടിക്കും എന്ന്. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കേരളത്തെ ഒന്ന് പരിഗണിക്കണ്ടായോ? ഒരു ചെറിയ തോതിലെങ്കിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഒരു സംസ്ഥാനമാണ് കേരളം എന്നെങ്കിലും ഒന്ന് കരുതണ്ടായിരുന്നോ? എന്നിട്ട് എന്തോ ഉണ്ടായത്? തിരുവനന്തപുരത്തിന് എന്തെങ്കിലും കിട്ടിയോ? വിഴിഞ്ഞ നമ്മുടെ ഒരു പദ്ധതി ഇവിടെ നടപ്പാകുന്നുണ്ട്, അദാനി നടപ്പാക്കുന്നതാ. പക്ഷേ 2ാം ഘട്ട വികസനത്തിന് കേന്ദ്രത്തിന്റെ സഹായം ചോദിച്ചതാ, കിട്ടിയോ? അതിന്റെ വികസനത്തിന് വളരെ ആവശ്യമാണ് ഔട്ടർ റിംഗ് റോഡ്, കിട്ടിയോ? ഇല്ലല്ലോ. നമ്മള് നാട്ടുകാൽത്തേരിയില് ബ്രഹ്മോസിന്റെ വികസനത്തിന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാ. അതിന് നമ്മുടെ 200 ഏക്കർ സ്ഥലം നാട്ടുകാൽത്തേരിയില് മാറ്റിവെച്ചിരിക്കുക, അനുവദിച്ചിരിക്കുക, കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. പക്ഷെ അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്തുന്നതിനെ പറ്റി
കമാന്ന രക്ഷ ഈ ബജറ്റില് പറഞ്ഞിട്ടില്ല. അതാ പറഞ്ഞത്, BJPക്ക് വോട്ട് ചെയ്ത് തിരുവനന്തപുരം പറുദീസയാക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നവര് ദയവ് ചെയ്ത് അല്പം സമയം ചെലവഴിച്ച് ഈ ബജറ്റ് ഒന്ന് വായിച്ചു നോക്കണം. തിരുവനന്തപുരത്തിന് എന്ത് കിട്ടി, അല്ലെങ്കിൽ കേരളത്തിന് എന്ത് കിട്ടി എന്ന് ഒന്ന് ആലോചിക്കണം. രാജീവ് ചന്ദ്രശേഖർജി, താങ്കൾ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകരുടെ നേർക്ക് തട്ടിക്കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. അവര് ഇതിലെന്ത് തെറ്റ് ചെയ്തിട്ടാ? മാറേണ്ടത് നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ്, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ്. താങ്കളെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഡൽഹിയിൽ നിന്നോട്ട് അവതരിപ്പിച്ചപ്പോ നൂലിൽ കെട്ടി ഇറക്കിയപ്പോഴ് പലരും ധരിച്ചത് എന്താ? കേരളത്തെ BJP ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാണ്. താങ്കൾ നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു, ടെക്നോക്രാറ്റാണ്. അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ സംസ്ഥാനത്തെ BJPയും മറ്റുള്ളവരും പലതും വിചാരിച്ചതാ. താങ്കളൊന്ന് ആലോചിക്കണം. ABVPയിലൂടെയും RSS ശാഖകളിലൂടെയും വളർന്നു വന്ന ധാരാളം അർഹതയുള്ള ആളുകൾ ഇവിടെ പ്രസിഡന്റ് ആവാൻ കുപ്പായം തയ്ച്ച് കാത്തിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഉള്ളപ്പോഴാണ് താങ്കൾ ഇവിടെ പ്രസിഡന്റ് ആവുന്നത്. അതാ പറഞ്ഞത്, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് താങ്കളെ കൊണ്ടുവരുന്നവരുടെ എന്തോ ഒരു അജണ്ട ഉണ്ട് എന്ന് തോന്നിപ്പിച്ചത്. പക്ഷെ ഒരു ചുക്കുമില്ല എന്നുള്ളത് മനസ്സിലായിരിക്കുക. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നാലും ആരെ കൊണ്ടുവന്നാലും BJPയെ സംബന്ധിച്ചോളം കേരളം അവരുടെ ഭൂപടത്തിൽ ഇല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. യാതൊരു സംശയവും വേണ്ട. മറ്റെന്തോ കാരണങ്ങളാലാണ് താങ്കളെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ചത് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അഥവാ BJPയുടെ സംസ്ഥാനത്തെ വളർച്ചയായിരുന്നു ലക്ഷ്യമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതുപോലെ പെരുമാറുമായിരുന്നില്ല. ഒരു കാര്യം ഓർക്കണം, BJPയെ വളർത്താൻ വേണ്ടി മാത്രമല്ല ഒരു സംസ്ഥാനത്തെ കേന്ദ്രം പരിഗണിക്കേണ്ടത്. കേരളം മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഒരു സംസ്ഥാനമാണ്, മറ്റുള്ളവർക്കുള്ള എല്ലാ അവകാശങ്ങളും ഉള്ള ഒരു സംസ്ഥാനം. അതിനെ നിങ്ങൾ അവഗണിക്കുക മാത്രമല്ല, അപജ്ഞയോടെ കാണുകയാണ് ചെയ്യുന്നത്, അപമാനിക്കുകയാണ്. അവഗണിക്കുന്നു എന്ന് നമുക്ക് പറയാം, പക്ഷെ അപജ്ഞയോടെ ഒരു സംസ്ഥാനത്തെ കാണുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു രാഷ്ട്രീയമാണ്. നിങ്ങൾ ഡബിൾ എഞ്ചിൻ എന്ന് പറയും. അതായത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ പാർട്ടി ഭരിച്ചാലേ വികസനം ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്തുവാ? ഞങ്ങൾ കേന്ദ്രത്തിൽ ഭരിക്കുന്നു, ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഭരിക്കുന്നുണ്ട്, ഞങ്ങൾ വല്ലതും തരും, നക്കാപ്പിച്ച് വല്ലതും അപ്പൊ പ്രതീക്ഷിച്ചാൽ മതിയെന്ന്. ഇവിടെ UDF LDF ആണ് ഭരിക്കുന്നതെങ്കിൽ അത് പ്രതീക്ഷിക്കണ്ട എന്ന്. ഇതാണോ രാഷ്ട്രീയം? ഇതാണോ മാതൃകാപരമായ ഫെഡറലിസം? നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ പറയുന്ന ഈ ആത്മനിർഭർ അല്ലെങ്കിൽ വികസിത ഭാരതം, അതിലൊന്നും കേരളം പെടില്ല എന്നുണ്ടോ? കേരളത്തെ മാത്രം നിങ്ങൾക്ക് എങ്ങനെ ഒഴിവാക്കി നിർത്താൻ പറ്റും? അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം, ഈ 3 സംസ്ഥാനങ്ങൾക്കും നിങ്ങൾ ഒന്നും നൽകിയിട്ടില്ല. വോട്ട് ആഗ്രഹിച്ചെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചതാ? ഇതിൽ നിന്ന് സത്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ബംഗാളിലോ തമിഴ്നാട്ടിലോ അധികാരം പിടിക്കാമെന്നോ, അല്ലെങ്കിൽ കേരളത്തിൽ 2 or 3 സീറ്റ് കിട്ടാമെന്നോ നിങ്ങളുടെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ കണക്കുകൂട്ടലുകളിൽ അതില്ല എന്നുള്ളത് തന്നെയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലെ നിങ്ങളുടെ പാർട്ടിയുടെ പരാജയമാണ് ഈ ബജറ്റിലൂടെ നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ചന്ദ്രശേഖർജി, BJPയുടെ രാഷ്ട്രീയം വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, ഒരു വിപണിയല്ല കേരളം. അത് ഇതിനകം തെളിയിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയം, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം, ചില വിഭാഗങ്ങളെ ശത്രുക്കളായി കാണുന്ന രാഷ്ട്രീയം, അത് വിളയുന്ന മണ്ണല്ല കേരളം. അത് പലതവണ തെളിയിച്ചതാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പൊറുതികേട് അതാണ്. നിങ്ങൾക്ക് കേരളത്തോടുള്ള അപജ്ഞയുടെ കാരണം അതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ കേന്ദ്രത്തിൽ ഭരണം കൈയാളുമ്പോൾ ആ ഭരണം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടേതും സംസ്ഥാനങ്ങളുടേതുമായിരിക്കണം. അതായത് ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്ന വിഭാഗീയമായ ചിന്താഗതിയരുത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കൂ എന്ന് പറയരുത്. അത് ജനാധിപത്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. മാറാത്തത് മാറും, വികസിത കേരളം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു പിടിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് കേരളത്തെ ആകർഷിക്കാൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖർജി, അതിന് നിങ്ങളുടെ മനോഭാവം മാറണം, കേരളത്തോടുള്ള മനോഭാവം. അല്ലാതെ മാറാത്തത് മാറ്റാനൊന്നും നിങ്ങളെ കൊണ്ട് സാധിക്കാൻ പോകുന്നില്ല. താങ്കൾ പത്രലേഖകരോട് തട്ടിക്കയറുന്നത് കണ്ടു. താങ്കൾ എന്താ പറഞ്ഞത്? അനുവദിച്ച പദ്ധതികൾ നടപ്പാക്കാതെ പോയതുകൊണ്ടാണ്, അതിന് പണം ചെലവഴിക്കാതെ പോയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാ. ഈ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? നിങ്ങൾ കേരളത്തിന് കഴിഞ്ഞ ബജറ്റിൽ എന്താ തന്നത്? അതിനു മുമ്പത്തെ ബജറ്റിൽ എന്താണ് തന്നത്? പറഞ്ഞത് നിങ്ങൾ കേരളത്തെ അവജ്ഞയോടുകൂടി തൊട്ടുകൂടാത്തവരായിട്ടാണ്, തീണ്ടിക്കൂടാത്തവരായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയമായ തൊട്ടുകൂടായ്മ, അതാണ് BJPയുടെ ഭരണകൂടം കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്നത്. ചന്ദ്രശേഖർജി, കേന്ദ്രത്തിലെ ഒരു മന്ത്രിയുടെ പ്രസ്താവന കണ്ടു, ജോർജ് കുര്യൻ. അദ്ദേഹം പറഞ്ഞു എന്തുവാ? കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിവെക്കുന്ന ഒരു ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് അറിവില്ലാത്ത കാര്യങ്ങളെ പറ്റി ഇത്തരം തമാശകൾ പറഞ്ഞ് കേരളത്തിലെ വിവരമുള്ള ജനങ്ങളെ
ചിരിപ്പിക്കരുതെന്ന് താങ്കളുടെ മന്ത്രിയോട് പറയണം. ഇനി മറ്റേ മന്ത്രി, മറ്റേ മോനെ എന്ന് വിളിച്ചുകൊണ്ട് എന്തൊക്കെയായിരിക്കും ഈ ബജറ്റിനെ കുറിച്ച് പറയുക എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്.